പാലക്കാടേക്ക് പോകാം. ചിറ്റൂർ നഗരസഭയിൽ 2 വാർഡിൽ UDF വിജയിച്ചു, 1 വാർഡിൽ കൊച്ചി കോർപ്പറേഷൻ LDF 9, അതും കടന്നു. LDF 10, UDF 3. കൊച്ചി കോർപ്പറേഷൻ 1 ലീഡിലേക്ക് LDF 2 അക്കത്തിലേക്ക് കടന്നു അല്ലേ. LDF 10 ഇടത്ത് ലീഡ് ചെയ്യുന്നു. 10 ഇടത്ത്. കോഴിക്കോട് മുക്കം നഗരസഭാ ഡിവിഷൻ 1-ൽ LDF സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന വിവരം വന്നു. ഭാവന വിനോദ് കൊച്ചി മുക്കം നഗരസഭയിലാണ് 1-ാം ഡിവിഷനിൽ വിജയം. രാമനാട്ടുകര ഡിവിഷൻ 1-ൽ UDF-ന് വിജയം. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ LDF-ന് ലീഡ്. നേരത്തെ വന്നത് നിലനിർത്തി പോവുകയാണ്. കൂത്താട്ടുകുളം, മൂവാറ്റുപുഴയും ഒക്കെ ലീഡ് ചെയ്യുന്നു എന്ന വിവരം. പത്തനംതിട്ട ബ്ലോക്കിൽ പത്തനംതിട്ടയിൽ LDF 2 ഇടത്ത്, UDF 1 ഇടത്ത് ലീഡ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത് പള്ളിക്കത്തോട് വാർഡ് 1 LDF ജയിച്ചിരിക്കുന്നു. വാർഡ് 2-ൽ BJP ജയിച്ചു. കോട്ടയം ജില്ലയിൽ BJP ഭരിക്കുന്ന പഞ്ചായത്താണ് പള്ളിക്കത്തോട്. ആ പള്ളിക്കത്തോടിൽ 1-ാം വാർഡിൽ LDF-ന് വിജയം, 2-ാം വാർഡിൽ BJP-ക്ക് വിജയം എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി സ്റ്റേറ്റ് വൈഡ് വിവരങ്ങൾ: 21 വാർഡുകളിൽ LDF ലീഡ് ചെയ്യുന്നു, 29 വാർഡുകളിൽ UDF ലീഡ് ചെയ്യുന്നു. നഗരസഭകൾ മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ വരുന്ന വിവരം അതാണ്. തിരൂർ നഗരസഭയിൽ UDF വിജയിച്ചു 5-ാം വാർഡിൽ എന്ന വിവരം. കോഴിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ലീഡ് നില നോക്കാം. LDF 1, UDF 1 എന്ന നിലയിൽ വന്നു നിൽക്കുകയാണ് ആ വിവരങ്ങൾ എന്നതുകൂടിയുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. തൃശൂർ കോർപ്പറേഷനിൽ UDF മുന്നേറ്റമുണ്ട്. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ NDA ലീഡ് ചെയ്യുന്ന വിവരമുണ്ട്. കൊല്ലത്ത് LDF ലീഡ് ചെയ്യുന്നു. എറണാകുളത്ത് LDF ലീഡ് ചെയ്യുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ LDF-ന് ലീഡ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എത്ര ഡിവിഷൻ, എല്ലാ ഡിവിഷനുകളിലാണോ എന്നറിയില്ല, പക്ഷേ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ അവിടെ ലീഡ് ചെയ്യുന്നു. തൃശൂർ കോർപ്പറേഷനിൽ UDF-ന് നല്ല ലീഡുണ്ട്. 11 വാർഡുകളിൽ ലീഡ് ചെയ്യുന്നു. LDF 5 ഇടത്ത്, NDA 6 ഇടത്ത് എന്ന നിലയിൽ നിൽക്കുകയാണ് തൃശൂർ കോർപ്പറേഷൻ.